പിന്നെ ഇപ്പം നമ്മളെ മന്ത്രിമാരൊക്കെ ഓടി നടന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. നമ്മുടെ സജി ചെറിയാൻ, പിന്നെ മറ്റേ നിയമസഭയിൽ മുണ്ട് മടക്കി കുത്തി, അല്ല മുണ്ട് മടക്കിയല്ല, മുണ്ടൊക്കെ പൊക്കി കൊടുത്ത് നടക്കുന്ന നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടി കമ്പ്യൂട്ടറൊക്കെ എടുത്ത് അടിച്ചു പൊടിച്ച് കളഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ചെന്ന് നമ്മുടെ ഈ പിണറായി വിജയൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കുക, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം TP 51 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ടായില്ലേ എന്നുള്ളത്. അതോ അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല, ഇല്ലേ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല, അല്ലേ? അപ്പോൾ ചില സിനിമയ്ക്ക് മാത്രം നിങ്ങളെ മറ്റേ പ്രത്യേക മറ്റേ എന്താണ് ക്ലാസിഫൈഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് ചില സാധനങ്ങൾക്ക് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം, അല്ലാത്തതിന് പറ്റൂല. ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല. പക്ഷേ ബാക്കിയുള്ളവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം, അല്ലേ? ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊള്ളും. അപ്പം നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മളെ ഏഴെല്ലത്തോടെ പോകില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആവിഷ്കാരം, എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം നമുക്ക്. എന്തൊക്കെയാണ്, അല്ലേ? അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. ഈ സിനിമയ്ക്കകത്ത് ഈ മതം പറയുന്നുണ്ടോ, അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് രാഷ്ട്രീയം പറയുന്നുണ്ടോ, ഒന്നും കുഴപ്പമില്ല. ഈ സിനിമയ്ക്കകത്ത് തന്നെ ഇപ്പം എന്താണ് ചെയ്തത്, ചരിത്രം കാണിക്കാൻ നേരത്ത് ഒരു സൈഡിൽ കാണിച്ച് അത് വ്യക്തമായിട്ട് കാണിച്ച്, ഒരു സൈഡിൽ വ്യക്തമായിട്ട് കാണിച്ചില്ല. ഈ സംഭവം കൊണ്ടാണ് ഇതുണ്ടായതെന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഇല്ല. പിന്നെ ആ സിനിമയിൽ ആ ഭാഗം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറേ പേര് ഇപ്പുറത്തുള്ളവരെ കൊന്നതിന് ശേഷം ഈ ഭാഗത്തുള്ളവരൊന്ന് ഇപ്പുറത്തൊന്ന് കൊല്ലുന്നു. അപ്പോൾ ആൾക്കാർ വന്നിക്കാം, അപ്പുറത്ത് വന്നിട്ടല്ലേ ഇപ്പുറത്ത് കൊന്നത്. അപ്പോൾ പിന്നെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് വലിയ വെയിറ്റേജ് കിട്ടത്തില്ല. മറ്റേ ഈ എന്താണ് ഈ പ്രതികാരത്തിന് വെയിറ്റേജ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആ സ്ഥലം മുക്കി മറ്റേ സ്ഥലം പൊക്കി കാണിച്ചത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ സിനിമയിൽ അത്രയേ ഉള്ളൂ. ഇനി ഗോദ്ര നടന്നിട്ടുണ്ട്, ഗുജറാത്ത് കലാപം നടന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ സത്യമായി തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി ഗോത്ര കലാപം ഉണ്ടാക്കി എന്തിനാണ്? ഇതത്ര മോഡിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സാധനമാണ് ഗോത്ര കലാപം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പങ്കെടുത്തേക്കുന്ന അതേ ഗോത്ര കലാപം നടത്തി അതിൻ്റെ ശിക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ പേരുകളും അവർ ഇരുന്ന അതിൽ ബിലാലെന്ന് പറഞ്ഞ നിർത്തിയുണ്ട്. അവൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇത് ചകഞ്ഞ് പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അതൊന്നും പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഈ അറ്റ്ലീസ്റ്റ് മറ്റേ ഈ സിനിമയായിട്ട് കാണുക എന്ന് പറയുന്നവർ എല്ലാ സിനിമയും അതേ കണക്ക് കാണാൻ ശ്രമിക്കുക. ഈ പർട്ടിക്കുലർ ചില സിനിമകൾ മാത്രം സിനിമയായിട്ട് കാണുക, വേറെ പലതൊന്നും നമ്മൾ സിനിമയായിട്ട് കാണില്ല എന്ന് പറയുന്ന അവന്മാരെടുത്ത് പുച്ഛവും പിന്നെ അതിന് വേറെ സാധനം പറയും. അത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് നമുക്ക് പറയാനൊന്നുമില്ല. അതേസമയം സിനിമകളെല്ലാം സിനിമയായിട്ട് കാണുക, എല്ലാം സിനിമയായിട്ട് കാണുക. ഓക്കെ, പിന്നെ അതേ കണക്ക് തന്നെ ഈ സിനിമയിൽ ചരിത്രം പറയാൻ നേരത്ത് ചരിത്രം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളച്ചൊടിക്കാതെ പറയാതിരിക്കുക. വളച്ചൊടിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പലതൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ പറയാതിരിക്കുക. ചരിത്രമായിട്ട് തന്നെ പറയുക. ഇത് ഇപ്പം ഗുജറാത്തിൽ കലാപം നടന്നില്ലേ? കലാപം നടന്നിട്ടുണ്ട്, ആൾക്കാർ മരിച്ചില്ലേ? ഇഷ്ടം പോലെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഈ സിനിമയെ കാണിച്ച കണക്ക് ഒരുപാട് റേപ്പ് നടന്നിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ആധാരമായിട്ടുള്ള, അതായത് ചുക്കാൻ പിടിച്ചത് ആരാണ്, അല്ലെങ്കിൽ തുടങ്ങിയത് ആരാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് ഗോത്ര കലാപമാണ്. ട്രെയിൻ തീ വെച്ച് അതിൻ്റെ അകത്തും ആൾക്കാരെ ചുട്ടുകൊന്ന്, പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ചുട്ടുകൊന്ന്. ഓക്കെ, അതിനുള്ളവരൊക്കെ ശിക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി ശിക്ഷ വിധിച്ച് ചില നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിലെ കണക്കുള്ള ചില ആൾക്കാർ വന്നിട്ട് അത് വെറുതെ തീ കത്തിയാണെന്നുള്ളത് അവനെതിരെ യഥാർത്ഥമായിട്ട് കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണം. കാരണം ഈ പൊട്ടത്തരം പറഞ്ഞേനെ കോടതി ലക്ഷ്യത്തിന് അവനെതിരെ കേസെടുക്കണം. പ്രത്യേകിച്ച് ആ കോടതിയിൽ തന്നെ കൊണ്ടു കൊടുക്കണം. അത് സ്പെഷ്യൽ കോർട്ടായിരുന്നു ശിക്ഷ വിധിച്ചത്. അപ്പോൾ അവരെല്ലാം പൊട്ടന്മാരാണെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെതിരെ കേസും കൊടുക്കണം. അതാണ് വേണുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള പൊട്ടന്മാരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാം. അതായത് നമ്മൾ ഇന്നലെ ഒരു ചാനലിൻ്റെ അകത്ത് അവരിന്ന് പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണക്ക്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ എന്താണ് ചെയ്യുന്നത്? ഇതാണ് പൊട്ടത്തരം പറയാതെ പൊട്ടൻ എന്നല്ലാതെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? ആ പൊട്ടത്തരം പറയുന്നവർ പൊട്ടന്മാർ തന്നെ. ചെവി ഇട്ടൂടാ, കണ്ണ് പൊട്ടൻ, ചെവി പൊട്ടൻ, അങ്ങനത്തെ പൊട്ടനല്ല, ബുദ്ധിയില്ലാത്ത പൊട്ടൻ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ചിലർ ഇത് പൊട്ടണമെന്ന് കേട്ട ഉടനെ മറ്റേ ഇതും എന്താണ് ഇപ്പോൾ എൻ്റെ വാക്കുണ്ടല്ലോ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരും. എന്തിനാണ് വെറുതെ അത് പറയുന്നത്? അതുകൊണ്ട് അതല്ല. അപ്പോൾ ഈ സിനിമ ഒരു ആവറേജ് സിനിമ
അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ഹെലികോപ്റ്റർ ഡമ്മിയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഡമ്മിയായിരുന്നു. പക്ഷേ അവർ തള്ളിയത് ഒറിജിനലിൽ പിടിച്ചു, ഒറിജിനലി ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് ഭയങ്കര കോസ്റ്റായി. ഇവർ ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജ് ഡയറക്ടർ എന്നേ പറയും, മോഹൻലാൽ ഡയറക്ടർ എന്നേ പറയുന്നു. ഇല്ല, ഇവർ അണിയറയിലെ ആൾക്കാരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പ്രചരിപ്പിച്ച സാധനങ്ങൾ എല്ലാം പൊട്ടിപ്പോവുകയാണ് ചെയ്തത് ഇതിൻ്റെ അകത്ത്, ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ അതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളെ പെരുമ്പാവൂരുണ്ടാക്കിയ ഹെലികോപ്റ്റർ, പെരുമ്പാവൂരുണ്ടാക്കിയ ട്രക്ക്, അതൊക്കെ കൊണ്ടുപോയിട്ട് ലഡാക്കിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഷൂട്ട് ചെയ്ത മറ്റേ സിനിമയിലത് സെനഗൽ എന്ന് പറഞ്ഞ് കാണിച്ചു. ഇറാഖ് നമ്മളെ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തു, എന്നിട്ട് ഇറാഖാണെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. ഇതൊക്കെയാണ് സിനിമ. ഇതിൻ്റെ മുന്നേ ഇതണക്ക് സിനിമകളൊന്നും വന്നിട്ടില്ല മലയാള സിനിമയിൽ. ഇതണക്ക് സിനിമ വന്നിട്ടില്ല മലയാള സിനിമയിൽ. കുറച്ച് ഇംഗ്ലീഷുകാരെ വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡും ബോളിവുഡും പിന്നെ ഇതൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നത് അത് പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. പിന്നെ മേക്കിംഗ് ക്വാളിറ്റി, നല്ല ക്യാമറകൾ ഉപയോഗിക്കാത്ത ഏറ്റവും നല്ല മേക്കിംഗ് ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഏതെങ്കിലും സിനിമ മലയാളത്തിൽ വേറെ ഏതെങ്കിലും സിനിമക്കാരൊക്കെ ഒന്നും മേക്കിംഗ് ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനെ നല്ല ഈ സിനിമയിൽ തന്നെ ചിലപ്പോൾ ഐഫോൺ ഉപയോഗിച്ച് ആരാ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത്ര ഐഫോണിൻ്റെ നാട്ടിൽ എത്ര ക്ലാരിറ്റിയുള്ള ക്യാമറ വെച്ച് എത്ര സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേക്കിംഗ് ക്വാളിറ്റി ഇല്ലാതില്ല. പിന്നെ ഒറിജിനൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഈ ജയൻ മരിച്ചത് എങ്ങനെയാണ്? ഒറിജിനൽ ഹെലികോപ്റ്റർ തൂങ്ങിപ്പോയിട്ടല്ലേ ജയൻ വീണ് മരിച്ചത്. അപ്പോൾ ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച് ഒറിജിനൽ ഹെലികോപ്റ്ററിൻ്റെ അകത്ത് പോയിട്ടാണ് മരിച്ചത്. അപ്പോൾ ഹെലികോപ്റ്ററും ഡ്യൂപ്പും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഈ സിനിമയുടെ എന്തോ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞുണ്ടാക്കിയിരിക്കാം, അല്ലാതെ അതിൻ്റെ അകത്തൊന്നും ഒരു കഴമ്പുമില്ല. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ആരുടെ കഥ പറഞ്ഞാൽ സായിദിൻ്റെ കഥയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ സായിദിന് ഡയലോഗ് തന്നെ ഇല്ല, പിന്നില്ല അവൻ്റെ കഥ പറയുന്നത്. ഓക്കെ, പിന്നെ സായിദിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സായിദിന് ഒരു പ്രതികാരമുണ്ട്. സായിൻ്റെ പ്രതികാരമാണ് യഥാർത്ഥത്തിൽ വില്ലനായിട്ടുള്ള. ഈ വില്ലനാണെങ്കിൽ ഒരു ഗുണമില്ലാത്ത വില്ലൻ. അപ്പുറത്തെ സൈഡിൽ നേരത്തെ ലൂസിഫറിൻ്റെ അകത്ത് ഒരു വില്ലൻ ഉണ്ടായിരുന്നു. ആ വില്ലനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നായകനായിട്ടുള്ള മോഹൻലാലിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ സ്റ്റീഫൻ എന്താണെന്നും എല്ലാം കാണിച്ചു തരുന്നൊരു സിനിമയായിരുന്നത്. സ്റ്റീഫൻ്റെ പവർ എന്താണ്, സ്റ്റീഫൻ എന്താണ്, സ്റ്റീഫൻ്റെ രാഷ്ട്രീയത്തിൽ എന്താണെന്നൊക്കെയുള്ള ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പറഞ്ഞ എമ്പുരാൻ. ആരാണ് എമ്പുരാൻ? മോഹൻലാലാണ് എമ്പുരാൻ അതോ പൃഥ്വിരാജാണ് എമ്പുരാൻ? ആരാണ്? മോഹൻലാലാണ് എമ്പുരാൻ എന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം എന്ത് തേങ്ങയാണ് ചെയ്തത്? എന്ത് തേങ്ങയാണ് ചെയ്തത്? മോഹൻലാൽ ഇത് വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് മോഹൻലാൽ. കാണിക്കുന്നത് എങ്ങനെയാണ്? പറയുന്നത്, കാണിക്കുന്നില്ല, പറയുന്നത്. പക്ഷേ അത് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. മോഹൻലാൽ ഏറ്റുമുട്ടേണ്ട ആരുമായിട്ടാണ്? അത്രയും വലിയൊരു ആൾക്കാരുമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ പവറിലിരിക്കുന്ന ആൾക്കാരായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അതുമില്ല. അടുത്ത സിനിമയെ കാണിക്കാനായിരിക്കും. അടുത്ത സിനിമയെ കാണിക്കും. ഓക്കെ, അത് കുഴപ്പമില്ല, അടുത്ത സിനിമയിലോട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള ഈ സിനിമയ്ക്കകത്ത് ഒന്നും വന്നിട്ടില്ല. ഈ നിങ്ങൾ ഇതുവരെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ സിനിമയ്ക്കകത്ത് ഒരു തേങ്ങയും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഉള്ള എമ്പുരാൻ്റെ അകത്ത്. എമ്പുരാൻ ആരാണ്? മോഹൻലാലാണോ പൃഥ്വിരാജാണോ? മോഹൻലാലാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ യാതൊരു ഇതും വന്നിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഇത് പൃഥ്വിരാജിനെ കുറിച്ചുള്ള സിനിമ, പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ എമ്പുരാനെന്ന് പേരിട്ടത് എന്തിനാണ് നിങ്ങൾ? അപ്പോൾ പൃഥ്വിരാജാണ് എമ്പുരാൻ, അങ്ങനെ പറയണം. പൃഥ്വിരാജാണ് എമ്പുരാൻ, മോഹൻലാൽ സൈഡ് കഥാപാത്രം. ഇനി എമ്പുരാൻ പൃഥ്വിരാജ് ആകുമ്പോൾ തന്നെ എന്താണ് കുഴപ്പം? ഈ ഡയലോഗ് ഇല്ല ആൾക്ക്. ആകെ 3-4 ഡയലോഗാണുള്ളത്. അതും വളരെ ചെറിയ ചെറിയ ഡയലോഗുകൾ, പേര് പറയുന്നു, അങ്ങനെയൊക്കെ ചെറുത്, വളരെ ചെറിയ. അത് മൂന്നാണെന്ന് എനിക്ക് തോന്നുന്നു, 3-4 ഇതാണ് ഉള്ളത്. ഇതേന്നും കേട്ട അവസ്ഥ തന്നെ മോഹൻലാലിനുള്ളത്. ഡയലോഗ് ഏറ്റവും കൂടുതലുള്ള എനിക്കൊന്ന് മഞ്ജു വാര്യറിനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വില്ലനായിരിക്കും. അങ്ങനെയുള്ള ആർക്കെങ്കിലും ആയിരിക്കും. വില്ലൻ ഒരു കഴ വില്ലനായിപ്പോയി. ഈ സിനിമയുടെ അവസാന വശത്ത് ഇവനാണല്ലോ ഭയങ്കര വില്ലനാണല്ലോ, ഭയങ്കര എല്ലാവരും നിഷ്ഠൂരം കൊല്ലുന്ന വില്ലൻ. ഈ വില്ലൻ്റെ അടുത്ത് അവസാനം ഇറങ്ങി വെള്ളത്തിലോട്ട് ഇല്ലടാ എന്ന് പറഞ്ഞ ഉടനെ വില്ലൻ മര്യാദയ്ക്ക് ഇറങ്ങി വെള്ളത്തിരിക്കുന്നു. എന്ത് സീനാണത്? എന്ത് സീനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് സീനാണെന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ആരുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ ആ സിനിമ ഓക്കെ, 1 ടൈം കാണുന്നു, നമ്മൾ ആസ്വദിക്കുന്നു, കൊള്ളാം, ഒരു രസം, ഓക്കെ, അങ്ങനെ അങ്ങ് കാണാം. അല്ലാതെ കഥ എന്തെന്നോ, കഥയിലെ ലോജിക്ക് എന്തെന്നോ ഒന്നും നോക്കരുത്. മറ്റേ സിനിമയ്ക്കകത്ത് കഥയൊക്കെ ഉണ്ടായിരുന്നു, ഈ സിനിമയ്ക്കകത്ത് അതൊന്നും പ്രതീക്ഷിക്കേണ്ട. പോവുക, വിഷ്വലായിട്ടെല്ലാം ഒരു സുഖം കാണാനായിട്ട്. കുറേ പേരെ കൊല്ലുന്നു, കുറേ പേര് പിന്നെ തോക്കുണ്ടെങ്കിലും നമ്മൾ തോക്ക് വെച്ച് വെടിവെക്കുന്നില്ല, പകരം നമ്മൾ അടിച്ച് കൊല്ലുന്നു, കുത്തി കൊല്ലുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ
പിന്നെ സിനിമയായിട്ട് കാണണം, സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്ന രാഷ്ട്രീയക്കാരോട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, അവന്മാർക്ക് വേണ്ടിയുള്ള വേറെ പറയാം, അതാണ് നല്ലത്. അല്ല ഇതിൻ്റെ അകത്ത് പറഞ്ഞ് ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരോട് ഞാൻ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് അവന്മാർക്കുള്ള പറയാം. എന്തായാലും ഈ സിനിമ, പിന്നെ ഈ സിനിമയിൽ കട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു, ഈ കട്ട് ചെയ്ത് കളയുന്നു, മറ്റതൊക്കെ കളയുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ NIA ഇതാണ് കാണിക്കുന്നതെന്ന് പറയുന്നത്, അത് ഉപയോഗിക്കേണ്ട ആവശ്യം അവരെ ലോഗോ ഉപയോഗിച്ച് വെച്ച് അവർ ഒറിജിനൽ ലോഗോ എടുത്ത് വയ്ക്കുക. മണ്ടന്മാരാണ്. ഇറ്റ്സ് എ ബ്രില്യൻസ് എന്ന് പറയുന്നത്, ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയാൻ നേരത്തെ ഡയറക്ടർ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം അതൊക്കെ ശ്രദ്ധിച്ചോണം ചെയ്യാൻ കേട്ടോ. NIA ഒറിജിനൽ ലോഗോയാണ് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഈ പോട്ടെ, അത് അവരുടെ ഇഷ്ടം, അവരെ രാഷ്ട്രീയമായിരിക്കും അവരെ കാണിച്ചിട്ടുള്ളത്, കുഴപ്പമില്ല, അതൊക്കെ അത് കണക്കാക്കുക. പിന്നെ ഈ വില്ലൻ്റെ പേര് കൊടുത്തേക്കുന്ന നല്ല കാര്യമാണ്, അത് കണക്കത്തെ പേര് തന്നെ കൊടുക്കണം, അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായം ഇപ്പോഴും എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സാധനം കട്ട് ചെയ്യണമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പിന്നെ NIA ലോഗോ നിങ്ങൾക്ക് മാറ്റാം, അതേ ഉള്ളൂ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗോത്ര കലാപം കൂടെ ഇതിൻ്റെ അകത്ത് കുറച്ച് വ്യക്തമായിട്ട് കാണിച്ചായിരുന്നെങ്കിൽ ബെറ്ററായിരുന്നു. പക്ഷെ അത് അപ്പോഴും നമുക്കറിയാം, അത് കാണിച്ചു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ പകയ്ക്ക് പിന്നെ ഒരു സ്ഥാനമില്ല. ഓക്കെ, അതുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ അത് കാണിക്കാമായിരുന്നു. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കാണിച്ച് നിങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷെ അത് കാണിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ലാതെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് പ്രതികാരത്തിൻ്റെ വെയിറ്റ് വളരെ കുറയും എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ മുരളി ഗോപി എടുത്തേക്കുന്ന സ്റ്റാൻഡാണ് ഏറ്റവും നല്ല സ്റ്റാൻഡ്. ഇപ്പോൾ മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത്, മാപ്പ് പറഞ്ഞിട്ടില്ല, ഖേദം പ്രകടിപ്പിച്ചു, അതാണ് കറക്റ്റായിട്ടുള്ള വാക്ക്. ഖേദം പ്രകടിപ്പിക്കലും മാപ്പ് പറയലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മാപ്പ് പറച്ചിലെന്ന് വെച്ചാൽ എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു. മറ്റൊന്നും പറഞ്ഞാൽ അങ്ങനെയല്ല. ഖേദം പ്രകടിപ്പിക്കലെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നു, അതാണ്. ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കണം, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നീ ഇവിടെ സിഗരറ്റ് വലിക്കുന്ന എനിക്ക് താല്പര്യമില്ല, അപ്പോൾ അവൻ സിഗരറ്റ് കളയുന്നു. ഓക്കെ, അവനത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല, സിഗരറ്റ് വലിയ അവൻ വീണ്ടും തുടരും, അത് തെറ്റായിട്ട് തോന്നുന്നില്ല അവനെ. ഓക്കെ, പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് അവത് കളയുന്നു, അവ ഒഴിവാക്കുന്നത്, അതാണ് ഖേദം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ പറയുന്നത് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഖേദം പ്രകടിപ്പിച്ചതിൻ്റെ അകത്ത് എൻ്റെ ഫ്രണ്ട് വെച്ച് അത് ചെയ്തതിന് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി, അതാണ് അവൻ മാറ്റി. മാപ്പ് പറയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ ചെയ്തൊരു തെറ്റ് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു, അതാണ്. അപ്പോൾ രണ്ട് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ മോഹൻലാൽ ചെയ്തേക്കുന്ന ഖേദം പ്രകടിപ്പിക്കലാണ്, അതായത് അയാൾ ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നുന്നില്ല. അതേസമയം നിങ്ങൾക്ക് കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അയാളും അയാളുടെ ടീം എന്ന് പറയാൻ നേരത്തെ അതിൻ്റെ അകത്ത് മുരളി ഗോപി ഉൾപ്പെടത്തില്ല. ഓക്കെ, കാരണം മുരളി ഗോപി എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡാണ് എനിക്ക് കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡായിട്ട് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് മുരളി ഗോപി എടുത്തേക്കുന്ന സ്റ്റാൻഡാണ് ഏറ്റവും നല്ല സ്റ്റാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുണ്ടാക്കിയൊരു പ്രോഡക്റ്റ്, അത് ഇവരെല്ലാവരും പല സ്ഥലത്തുനിന്നും, മോഹൻലാലാണെങ്കിലും ശരി, എന്നാൽ മോഹൻലാൽ മേജർ രവി എന്ന് പറഞ്ഞവനെ കൊണ്ട് ഒരു മേജർ കള്ളത്തരം പറയിപ്പിച്ച് എല്ലാവരെയും ഊക്കാൻ നോക്കി. ഓക്കെ, അങ്ങനെ വന്നിട്ട് പോലും അയാൾ വന്നിട്ട് പറയുന്നില്ല, ഈ മോഹൻലാൽ വന്നിട്ട് പറയാം മേജർ രവി പറഞ്ഞ കള്ളമാണ്, ഞാൻ പറഞ്ഞിട്ടല്ല അവൻ പറഞ്ഞത് എന്ന് മോഹൻലാലിനൊന്ന് പറയാം. പക്ഷേ അയാൾ മിണ്ടത്തില്ല, അയാൾക്ക് അതിനുള്ള നട്ടലില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റേ മുരളി ഗോപിയൊക്കെ ഇതേണൊക്കെ സ്റ്റാൻഡ് എടുത്തേക്കുന്നത്. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ന് അപ്പാനി രവിയാണ് എന്തോ ഒരുത്തുണ്ടല്ലേ, അവൻ രാജാവിനെയാണ് നിങ്ങൾ ഇതേക്ക് നോവിച്ചത്, നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞാൽ അപ്പാനി രവി ഇട്ടിട്ടുണ്ട്. എന്ത് രാജാവാണ്ട്രാ, എന്താണ് രാജാവ്? രാജാവാണെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരുത്തൻ കള്ളത്തരം പറയാൻ നേരത്തെ രാജാവ് എണീറ്റെന്ന് ഫ്രണ്ടിൽ പറയണം, നീ പറഞ്ഞ കള്ളത്തരമാണ്, മറ്റവരെയൊക്കെ ബലിയാട് ആക്കാൻ നേരത്ത് രാജാവ് എണീറ്റെന്ന് പറയണം. ഇതിപ്പോൾ എന്ത് രാജാവാണ്? ഇപ്പം നിനക്ക് അടുത്ത റോള് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ അതിന് കണ്ടിട്ട് കയ്യ പിടിച്ച് രാജാവാണ്, പ്രഭുവാണ്, ചക്രവർത്തിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. അയാൾ വേറൊരു മനുഷ്യനാണ്. ഏട്ടാ നാണമില്ലടാ എനിക്കൊക്കെ. അവരെ ഫാൻസ് അസോസിയേഷൻകാരൊക്കെ വരെ നാണം തോന്നിയല്ലേ ഇവൻ പറയുന്നത്, ഇവൻ കാണിക്കുന്നതൊക്കെ വെച്ചിട്ട്, മോഹൻലാൽ കാണിക്കുന്ന വെച്ചിട്ട്, ഈ മേജർ രവി കാണിച്ച പോക്കത്തരൊക്കെ വെച്ചിട്ട്, എന്നിട്ട് ഈ അപ്പാനി രവി കണക്കുള്ളവന്മാർ വന്നിട്ട് കിടന്ന് രാജാവാണെന്നൊക്കെ പറഞ്ഞ് എന്ത് കരച്ചിലാണ്, നാണമില്ല എനിക്കൊക്കെ. അപ്പോൾ അങ്ങനെ പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ.
എമ്പുരാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മോഹൻലാലാണെന്ന് പറയരുത്, അത് പൃഥ്വിരാജായിരിക്കും. പൃഥ്വിരാജിൻ്റെ കഥയാണ്, പൃഥ്വിരാജിനെ കുറിച്ചുള്ള കഥയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം എമ്പുരാൻ പൃഥ്വിരാജാണ്. ഓക്കെ, അപ്പോൾ വൺ ടൈം വാച്ച് ചെയ്യാം. അത് സിനിമയായിട്ട് കാണുക, പോയി വെട്ടുക എന്ന് അവർ പറയുന്നു. 17 കട്ട് ചെയ്യുക, പിന്നെ മറ്റത് മാറ്റുക, മറിച്ചൊക്കെ. എനിക്കതിനൊന്നും താല്പര്യമില്ല. അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാധനം NIA ലോഗോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കട്ട് ചെയ്ത് കളയാം, ആ ലോഗോ. ബാക്കിയൊക്കെ അവർക്ക് അത് തന്നെ തുടരാം. പേരുകൾ ചേഞ്ച് ചെയ്യുന്നോ അതൊന്നും ആവശ്യമില്ല. ഓക്കെ, കാരണം അത് ഒരു പേര് ഇപ്പോൾ ഇവിടെ മറ്റേ സൗത്ത് കൊറിയ ഒന്നും അല്ലല്ലോ ഇവിടെ. സൗത്ത് കൊറിയ നോർത്ത് കൊറിയയിലെ കണക്കൊക്കെ ഏതോ സ്ഥലത്തൊക്കെ മറ്റേ പേരൊക്കെ അയ്യോ എൻ്റെ പേരിന് വേറെ ഇടത്തിന് ഇടരുതെന്നൊക്കെ പറഞ്ഞേക്കാൻ പറ്റില്ല. അത് കണക്ക് ഇവിടെ ഒരു പേരിട്ട് ആ പേര് ഇനി ആരും ഇടരുതെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.